ഏറ്റവും പെട്ടെന്ന് നമുക്ക് മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നും ഇന്നും ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ. മുൻകാല വർഷ ചോദ്യങ്ങൾ പരിശീലിക്കുക എന്നുള്ളത് അല്ലേ. ഒരുവിധം എല്ലാ PSC ഉദ്യോഗാർത്ഥികളും മുൻകാല വർഷ ചോദ്യങ്ങൾ പരിശീലിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ വന്ന് പറഞ്ഞത് സിവിൽ സർവീസസിലെ ചോദ്യങ്ങൾ PSCയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളത്. UPSCയുടെ അന്ന് ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും തെളിവ് സഹിതം നമ്മളത് പ്രൂവ് ചെയ്തു. ഇന്ന് എല്ലാവരും സിവിൽ സർവീസ് ചോദ്യങ്ങളും പരിശീലിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇനി ഒരു എക്സ്ട്രാ എഡ്ജ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാർക്ക് ലഭിക്കണമെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിലെ PSC പരീക്ഷകളുടെ ചോദ്യങ്ങൾ കൃത്യമായി വർക്കൗട്ട് ചെയ്യണം. ബിക്കോസ് UPSCയിൽ നിന്ന് വരുന്നതിൽ കൂടുതൽ ഇപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹരിയാന, പിന്നീട് ഉത്തർപ്രദേശ് PSC ആണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഉത്തർപ്രദേശ് PSC ആണ്, തമിഴ്നാട് PSC. ഈ PSC നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നത്. പലതും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കേരള PSCയിൽ വന്നിട്ടുണ്ട്. കേരള PSC അവിടുന്ന് ഡയറക്ട്ലി കോപ്പി അടിക്കുന്നതാണോ അല്ലയോ എന്നൊക്കെയുള്ളത് മറ്റൊരു ഡയമെൻഷൻ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ നിലവാരമുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അവിടെ നിന്നും ആ മാതൃകയിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ഊർജ്ജം ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങൾ ഇനിയുള്ള പരീക്ഷകളിൽ വന്നേ പറ്റൂ. ഞാൻ വിത്ത് പ്രൂഫ് ഒരു 7-8 ചോദ്യങ്ങൾ നിങ്ങളെ ചർച്ച ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ഇനി അവിടുന്ന് വരാൻ പോകുന്നത് നമുക്കറിയാം. ഇപ്പോഴും എനിക്കറിയാം, ഇതിപ്പോ ഞാൻ പറയുമ്പോൾ ധാരാളം വിമർശനങ്ങൾ പല സൈഡിലും കേൾക്കും. ഇനിയിപ്പോ വിമർശിക്കുന്നവർ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് കോപ്പി അടിച്ച് പറയുകയും ചെയ്യും. നമുക്കത് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്കൊരു എക്സ്ട്രാ എഡ്ജ് ഇനി മുതലുള്ള പരീക്ഷകൾ കിട്ടണമെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഡെയിലി നമ്മൾ ടെലിഗ്രാം ചാനൽ മോക്ക് ടെസ്റ്റ് ഇടുന്നുണ്ട്. ഇന്നും ഇത്തരം ചോദ്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ PSCയുടെ ചോദ്യങ്ങൾ ഫ്രീ മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ ചർച്ചയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഏറ്റവും കുറഞ്ഞ സമയം ഇൻവെസ്റ്റ് ചെയ്ത് പരമാവധി മാർക്ക് നേടണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇത്തരം ഫ്രീ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. കുറേ മെറ്റീരിയൽ ഒന്നും അതുവഴി തന്ന് നിങ്ങളെ ഓവർലോഡ് ആക്കില്ല. വളരെ കുറച്ച് ക്രീമായ അത്രത്തോളം ഇമ്പോർട്ടന്റ് മെറ്റീരിയൽസ് ആയിരിക്കും ഡെയിലി നിങ്ങൾക്ക് തരിക, മൈക്രോ ക്ലാസിന്റെ രൂപത്തിലും മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിലും ഒക്കെ. ഇന്നത്തെ ക്ലാസ് PDF നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കിട്ടും. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. സോ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. എന്നോട് കട്ടയ്ക്ക് നിൽക്കുക. നിലവാരം ഉയർന്ന രീതിയിൽ തന്നെ നമുക്ക് പഠിക്കാം. ഡിഗ്രി ലെവലിനാണെങ്കിലും 10th plus 2 ആണെങ്കിലും ഇങ്ങനെ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. ഇതിപ്പോൾ സിവിൽ സർവീസ് പ്രിലിംസിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉത്തർപ്രദേശ് PSCയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. ഈ ചോദ്യം കണ്ടോ, which among the following Indian rulers established embassies in foreign countries on modern lines? പണ്ടുതൊട്ടേ PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താ, വിദേശത്തെ എംബസികൾ സ്ഥാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ആര്? ടിപ്പു സുൽത്താൻ. അതേ ചോദ്യമാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പികൾ എന്നുള്ള രീതിയിൽ സിവിൽ സർവീസിലും ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യം നമുക്ക് ഇനിയും വരും. ഇതൊക്കെ എല്ലാവരും ഉത്തരം എഴുതുന്ന ചോദ്യമാണ്, വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ചോദ്യം കണ്ടോ, ഇത് അടുത്ത കാലത്ത് കേരള PSCയിൽ ചോദിച്ചതാണ്. അതിന് വളരെ മുമ്പ് തന്നെ ഉത്തർപ്രദേശ് PSCയിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട്. ചോദ്യം നോക്കിയേ, ഇങ്ങനെ LDCയിൽ തന്നെയാണ് ചോദിച്ചത്. 10th ലെവലിൽ എന്ത് മറ്റാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ചോദ്യം എന്താണ്, ഇൻ വിച്ച് കേസ്, അതായത് ഏത് കേസിലാണ് പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത്? അതാണ് ചോദ്യം. ഇതിന് ഉത്തരം ബെറുബാറി യൂണിയൻ കേസാണ്. ഞാൻ മുമ്പ് പല വീഡിയോയിലും ഇതിന്റെ വിശാലമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബെറുബാറി യൂണിയൻ കേസാണ്. ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ഏത് കേസിലാണ് പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞത്? അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരമാണ് കേശവാനന്ദ ഭാരതി കേസ്. ഈ ചോദ്യത്തിന് ഉത്തരം ഭാഗമല്ല എന്ന് പറഞ്ഞത് ബെറുബാറി യൂണിയൻ കേസിലാണെങ്കിൽ ഈ ജഡ്ജിമെന്റിനെ തിരുത്തി കുറിച്ചുകൊണ്ട് കേശവാനന്ദ ഭാരതി കേസിൽ പ്രിയാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്, അത് നമുക്ക് അമെൻഡ് ചെയ്യാം എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. 13 ജഡ്ജിമാരുടെ വലിയൊരു പാനലാണ് വിധി എഴുതിയത്. അപ്പൊ നമുക്ക് ഇനി വരാൻ പോകുന്ന ചോദ്യം അതാണ്. എത്ര ഈസി ആ ചോദ്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുക, നിങ്ങൾ നോക്കിയേ. അപ്പൊ ഈ നിലവാരത്തിൽ ഇത് വലിയ റോക്കറ്റ് സയൻസ് അല്ല, ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ആർക്കും ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. ഇനി കുറച്ചുകൂടെ നിലവാരം ഉയർന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. എനിക്കറിയാം ഈ വീഡിയോയ്ക്ക് വ്യൂസ് കുറച്ച് കുറവായിരിക്കും. അത്രയും സീരിയസ് സ്റ്റുഡൻസ് മാത്രമേ ഇത് മുഴുവൻ ഇരുന്ന് കാണത്തുള്ളൂ. പിന്നെ കണ്ടന്റ് ആണ് തരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കുട്ടികൾ മാത്രം റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത്. കണ്ടന്റ് ബേസ്ഡ് ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് തന്നെ ചെയ്യണം. ഉത്തർപ്രദേശ് PSCയിലെ 2004 ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം വളരെ ബ്യൂട്ടിഫുൾ ആണ്, നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം എന്താണ്, നമ്മുടെ പ്രിയാമ്പിൾ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ കൊടുത്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. സോവറിൻ, സോഷ്യൽ, സെക്യുലർ, അല്ലെങ്കിൽ സാഹോദര്യം, മതനിരപേക്ഷത, സോവറിനിറ്റി, സെക്യുലാരിസം ഒക്കെ നമ്മൾ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന്റെ വളരെ വിശാലമായ എലാബറേഷൻ ഭരണഘടനയിൽ മറ്റെവിടെ കിടക്കുന്നത്. പ്രിയാമ്പിൾ ചെറിയൊരു
ഒരു പേജ് ഉള്ള പ്രിയാമ്പിൾ. അതിൽ പറയുന്ന കാര്യങ്ങളുടെ വിശാലമായിട്ടുള്ള ഇംപ്ലിക്കേഷൻ ഭരണഘടനയിൽ മറ്റ് പല സ്ഥലത്തും കാണാം. അത് എവിടെയൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സിലാണോ, അതോ DPSP-യിലാണോ, അതോ ഇതിലെല്ലാത്തിലും ഉണ്ടോ ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതിലാണോ, അതോ എവിടെയും പറയുന്നില്ലേ? ഇതിന് ഉത്തരം എന്തൊരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, നമുക്കറിയാം നമ്മുടെ ഇക്വാളിറ്റി, പ്രിയാമ്പിൾ പറയുന്ന ഇക്വാളിറ്റി പോലുള്ള കാര്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നുണ്ട്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. അതിൽ സോഷ്യൽ ജസ്റ്റിസിനെ പറ്റി പ്രിയാമ്പിളിലെ സാമൂഹ്യ നീതി, ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, അതിനെപ്പറ്റി പറയുന്നത് DPSP-യിലാണ്. കാര്യം രാഷ്ട്രീയമായിട്ടുള്ള നീതി ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുമ്പോൾ സാമൂഹികമായിട്ടുള്ള നീതി, സോഷ്യൽ ജസ്റ്റിസിനെ പറ്റി ചർച്ച ചെയ്യുന്നത് DPSP-യിലാണ്. ഇതേ സാഹോദര്യത്തിനെ പറ്റി എവിടെ പറയുന്നുണ്ട്? നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലും പറയുന്നുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങൾ പല സ്ഥലത്തായി പറയുന്നത്. ഇതിന്റെ ഉത്തരം ഇതാണ്, C ആണ് ഇതിന്റെ ഉത്തരം, അല്ലെ? ഇത് ABCD ആണ്, C ആണ് ഇതിന്റെ ഉത്തരം. എത്ര മനോഹരമായ ചോദ്യമാണ്. ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലാണ് അത് ചോദിച്ചിട്ടുള്ളത്. പണ്ടത്തെ പോലെ ചോദ്യം ഉത്തരം കാണാതെ പഠിച്ച് പോകാൻ ഇനി ഒക്കത്തില്ല. വിശകലനാത്മകമായി ചിന്തിക്കണം. ഇതാണ് എളുപ്പം. ഒരു റാങ്ക് ഫയൽ ഫുള്ള് കാണാതെ പഠിക്കുന്നത് ഭയങ്കര പാടാണ്. പക്ഷേ വിശകലനാത്മകമായി ചിന്തിച്ച് ഉത്തരത്തിലേക്ക് എത്തുന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്ന പണിയാണ്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ 10th +2 ലെവൽ പരീക്ഷകൾ, അസിസ്റ്റന്റ് സെയിൽസ്മാനൊക്കെ വരാൻ പോകുന്നില്ല. ഏത് പരീക്ഷയ്ക്കാണെങ്കിലും വിശകലനാത്മകമായി കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോട് കൂടി പഠിക്കണം. അതിന് ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം. യെസ്, കണ്ടിട്ട് ഞെട്ടണ്ട, കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം ചോദിച്ചത് സിവിൽ സർവീസ് ഫിലിംസിനാണ്. കേരള ഹിസ്റ്ററിയിൽ നിന്നും സിവിൽ സർവീസ് ഫിലിംസിന് 2005 ചോദിച്ചൊരു ചോദ്യമാണത്. അപ്പൊ ഇതൊക്കെ എന്തായാലും ഇതിന്റെ മാതൃകയിലെങ്കിലും കേരള PSC ചോദ്യങ്ങൾ വരും. ചോദ്യം എന്താണ്? 4 പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? അതിന്റെ അർത്ഥം 3 പ്രസ്താവനകൾ തെറ്റ്, ഏത് ഒരെണ്ണം ശരിയാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് നമുക്കറിയാം. മോഡേൺ ഡേ കൊച്ചി, ആധുനിക കൊച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഡച്ചിന്റെ കോളനി ഒന്നും അല്ലായിരുന്നു. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, ഡച്ച് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചിട്ട് കൊച്ചിയിൽ ഫോർട്ട് വില്യം സ്ഥാപിച്ചു. അതൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ്. ഫോർട്ട് വില്യം അങ്ങ് ബംഗാളല്ലേ പിള്ളേരെ, കൊൽക്കത്തയിലല്ലേ ഫോർട്ട് വില്യം? അതെ, പക്ഷെ കൊച്ചിയിൽ ഒരു ഫോർട്ട് വില്യം ഉണ്ട്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന് ഉത്തരം B ആണ്. ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കുന്നതിൽ തെറ്റെന്ന് മനസ്സിലാകും. അപ്പൊ ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്ന് ചോദ്യങ്ങൾ വരാം. അപ്പൊ ഈ ഒരു നിലവാരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് താഴോട്ട് വരുന്ന ഏത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങളുടെ ടെലിഗ്രാം ചാനലിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക. യൂട്യൂബ് വഴി മാക്സിമം ക്ലാസ്സസ് തരുന്നതാണ്. അപ്പൊ ഈ നിലവാരത്തിൽ ഒരു അഫോർഡബിൾ കോഴ്സിന്റെ ഭാഗമായി പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ 10th +2 അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ, അതായത് 10th ലെവൽ പ്രിലിംസ് മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരെയുള്ള അഫോർഡബിൾ ബാച്ചസ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫീസ് കാണുമ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഫീസ് 1000 രൂപയുള്ളൂ. ഫീസ് കാണുമ്പോൾ ഭയങ്കര ചീപ്പായിട്ട് തോന്നും. പക്ഷെ ക്ലാസിന്റെ ക്വാളിറ്റി ഇതുപോലെ റിസർച്ച് ബേസ്ഡ് ആയിട്ട് മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് തരാം. കാരണം ഞങ്ങൾ പരസ്യത്തിന് ലക്ഷങ്ങളോ കോടികളോ മുടക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്റ്റുഡൻസിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും മുന്നോട്ട് പോകുന്നത്. റിസർച്ച് ബേസ്ഡ് ആയിട്ട് പുതിയ പാറ്റേണിൽ PSCയുടെ ഓരോ അപ്ഡേറ്റ്സും PSCയുടെ പൾസ് അറിഞ്ഞു തരാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫീസ് കുറവാണെങ്കിലും ക്ലാസ്സിന്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും കാണില്ല. ഇവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് ആണെങ്കിലും അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ബാച്ച് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഡെമോ ബാച്ച് കണ്ട് നോക്കി ഞങ്ങളുടെ ക്വാളിറ്റി നേരിട്ട് ബോധ്യപ്പെടാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോവാം. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കമന്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു ചോദ്യം അടിപൊളി ചോദ്യമാണ്. ഇതിനകത്ത് വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഉത്തർപ്രദേശ് PSCയിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് അല്ലെ. ചോദ്യം എന്താണ്? ഇത് കൺഫ്യൂസിങ് ഫാക്ടുകൾ കുറെ വരുന്നുണ്ട്. ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ചോദ്യം ഇത്രയേ ഉള്ളൂ. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ തുടങ്ങുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടാണല്ലോ. ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ പ്രിയാമ്പിളിൽ ഏത് രാജ്യത്ത് നിന്നാണ് നമ്മൾ ആ ഒരു ആശയം കടം കൊണ്ടുവന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം, പ്രിയാമ്പിൾ കടം കൊണ്ടത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഇപ്പൊ എല്ലാവരും ചൂസ് ചെയ്യും, അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. പക്ഷെ യഥാർത്ഥ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് നോർത്ത് അമേരിക്കൻ ആക്ട് ആണ്. ഇതിന്റെ മൈക്രോ ക്ലാസ് ഞാൻ നാളെ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൺഫ്യൂസിങ് ഫാക്ടുകൾ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മൈക്രോ ക്ലാസ് നമ്മുടെ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ കേൾക്കാം. നമുക്ക് ഭാവിയിൽ ഇവിടെ ചോദ്യങ്ങൾ വന്നാൽ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കാനഡ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് ഈ ഒരു നിയമത്തിന്റെ ബേസിസിലാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. അമേരിക്കൻ കോണ്ടിനെന്റ് നോർത്തേൺ പാർട്ടിലാണല്ലോ കാനഡ. അപ്പോ കാനഡ എന്ന രാജ്യം ഉണ്ടായത് ഈ ആക്ടിന്റെ ബേസിസിലാണ്. കാനഡയിലുള്ള രീതിയാണ്
ഒരു ക്വാസി ഫെഡറൽ സമ്പ്രദായം, അത് എല്ലാവർക്കും അറിയാം. അർദ്ധ ഫെഡറൽ സമ്പ്രദായം, അതാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻസിനകത്ത് ബ്രിട്ടീഷ് നോർത്ത് അമേരിക്കൻ ആക്ട് ഇല്ലെങ്കിൽ പോലും കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരവായിട്ട് വരിക. അപ്പൊ ഒരു ചോദ്യത്തിന് തന്നെ പല ഉത്തരങ്ങളുണ്ട്. നമ്മൾ പല ചോദ്യ പേപ്പർ വിശകലനം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഏത് ചോദ്യമാണോ ചോദ്യകർത്താവ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആ ഉത്തരം കൊടുക്കാം. ഈ ഓപ്ഷൻസിനകത്ത് ബ്രിട്ടീഷ് നോർത്ത് അമേരിക്കൻ ആക്ട് ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിന് ആൻസർ വരിക. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ അത്ര ആഴത്തിൽ ഇറങ്ങി പഠിക്കണം. ആഴത്തിൽ ഇറങ്ങി പഠിക്കുന്ന വെച്ചാൽ ചവറുപോലെ വാരി വലിച്ച് പഠിക്കുക എന്നുള്ളതല്ല, ആവശ്യത്തിനുള്ള പോയിന്റ്സ് ആവശ്യം അനുസരിച്ച് ആ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം പഠിക്കാം. അതിന് ഉദാഹരണമാണ് ഈ ചോദ്യം. മതനിരപേക്ഷത, സെക്യുലാരിസം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് എന്നാ ചോദ്യം. ഞാൻ പല വീഡിയോയിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ചോദ്യത്തിന് ചിലപ്പോൾ തന്നിട്ടുള്ള 4 ഓപ്ഷൻസ് ശരിയായിരിക്കും, അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് തെറ്റായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ശരി ഉത്തരങ്ങൾ കാണും. അത്തരം അവസരത്തിൽ കൂട്ടത്തിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ്, തമ്മിൽ ഭേദം തോന്നൽ, കൂട്ടത്തിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ല ശരി ഉത്തരം ആയിരിക്കരുത്. ബിക്കോസ് ഇതിനകത്ത് പല ഉത്തരങ്ങളും ശരിയാണ്, പക്ഷെ ഒരെണ്ണം മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉത്തർപ്രദേശ് PSCയിലെ ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെക്യുലാരിസം. ഇന്ത്യയിൽ പല പല മതങ്ങളുണ്ട്. യെസ്, ഒരു സെക്യുലാർ രാഷ്ട്രത്തിൽ പല മതങ്ങളും ഒരേ സമയം നിലനിൽക്കുന്നതാണ്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യമുണ്ട്. യെസ്, ആർട്ടിക്കിൾ 25 പറയുന്നത് ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യമുണ്ട്. അത് സെക്യുലാരിസത്തിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതോ, ഫോളോയിങ് റിലീജിയൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വിൽ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമുക്ക് ഇഷ്ടമുള്ള മതം, അല്ലെ ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ഓഫ് റിലീജിയൻ, ആർട്ടിക്കിൾ 25 പറയുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്ന അവകാശം. ഇതും സെക്യുലാരിസത്തിന്റെ ഒരു എസെൻഷ്യൽ കമ്പോണന്റ് ആണ്. ഇതെന്താ പറയുന്നത്? there is no religion in the state, there is no religion of state in India. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ലെന്നാണ് പറയുന്നത്. ഇത് 4 സെക്യുലാരിസത്തിനെ സംബന്ധിച്ച് ശരിയാണ്. പക്ഷെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, ഈ കൂട്ടത്തിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? മതനിരപേക്ഷത. സെക്യുലാരിസത്തിന്റെ ഫണ്ടമെന്റൽ ഡെഫിനിഷൻ തന്നെ സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം റിലീജിയൻ. രാഷ്ട്രവും മതവും രണ്ടും വേർതിരിഞ്ഞിരിക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് സെക്യുലാരിസം. അതുകൊണ്ട് അതിന്റെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഇതാണ്, ഡി ആണ്. അതിന്റെ അർത്ഥം ഇതൊക്കെ തെറ്റാണെന്നാണോ? അല്ല. ഈ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ അപ്രോപ്രിയേറ്റ് ഉത്തരം ഇതാണെന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ, ഇതുകൊണ്ടാണ് പുതിയ പാറ്റേൺ PSC പരീക്ഷകൾ ഡിഫിക്കൽട്ട് ആണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നത്. ഡിഫിക്കൽട്ട് അല്ല. ചോദ്യകർത്താവ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ക്വാളിറ്റീസ് ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കും. ഈ ചോദ്യം വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ് അല്ലേ? കോൾഹോ കേസ്, IR കോൾഹോ എന്ന് പറയും. ഈ കേസ് ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടതാണ്, ഏത് പട്ടികയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. ഈ കേസിനെ വിളിക്കുന്നത് തന്നെ 9th ഷെഡ്യൂൾ കേസ് എന്നാണ്. അപ്പൊ അടുത്ത ചോദ്യം ഇങ്ങനെ ആയിരിക്കും, 9th ഷെഡ്യൂൾ കേസ് എന്ന് വിളിക്കുന്നത് ഏത് കേസിനെയാണ്? അത് IR കോൾഹോ കേസിനെയാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോ ഇതിന് ഉത്തരം 9th ഷെഡ്യൂൾ എന്നുള്ളതാണ്. ഇനി ഹരിയാന PSCയിൽ ഞാൻ കണ്ടൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IR കോൾഹോ കേസ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഓപ്ഷൻസിനകത്ത് 9th ഷെഡ്യൂൾ ഇല്ല, പകരം ബേസിക് സ്ട്രക്ചർ ഉണ്ട്. കാര്യം ഒരേ കേസിൽ തന്നെ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടും. ഒരു 9th ഷെഡ്യൂൾ കേസ് എന്നറിയപ്പെടുന്നതും ബേസിക് സ്ട്രക്ചറിനെ പറ്റി ചർച്ച ചെയ്ത കേസും IR കോൾഹോ കേസ് തന്നെയാണ്. കേശവാനന്ദ ഭാരതി കേസിലും ബേസിക് സ്ട്രക്ചറിനെ പറ്റിയുള്ള ചർച്ച നടന്നിട്ടുണ്ട്. അപ്പൊ ഹരിയാന PSCയിൽ വന്ന ചോദ്യം അതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കാര്യം എവിടെ നിന്ന് വേണമെങ്കിൽ ചോദ്യങ്ങൾ വരാം. ഓക്കെ, കാര്യം നമ്മൾ നേരത്തെ കണ്ടു ബർബാർ യൂണിയൻ കേസൊക്കെ കേരള PSCയിൽ ചോദിക്കുന്നതിന് മുമ്പ് മറ്റ് PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. റാങ്ക് മേക്കിംഗ് ചോദ്യമാണത്. പക്ഷെ ഇതൊക്കെ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലും ഉണ്ട്, അതാണ് കഷ്ടം. അപ്പം സ്കൂൾ ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തത്തിൽ വളരെ സിമിലർ ആണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ +2 ലെവലിൽ എത്തുകയാണെങ്കിൽ NCERT തന്നെയാണ് ഒരുവിധം എല്ലായിടത്തും, അല്ലെ? സ്റ്റേറ്റിലാണെങ്കിൽ CBSE NCERT തന്നെയാണ്. ഇപ്പൊ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റുകൾ ഇന്ത്യയിൽ ആകമാനം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഇത്തരം സബ്ജക്റ്റിലുള്ള കണ്ടന്റുകൾ വളരെ സിമിലർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലെവലിൽ പഠിക്കണം. ഇനി മല മറിച്ച് പഠിക്കേണ്ട കാര്യം, ഇത് ഒരു ബാലിയേറ മലയൊന്നും അല്ല എന്ന് നമ്മൾ പറയുന്നതിന് റീസൺ അത് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ സിവിൽ സർവീസസിലും ചോദ്യങ്ങൾ വരുന്നത് സ്കൂൾ ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ്. പിന്നീട് അഡ്വാൻസ്ഡ് ടെക്സ്റ്റുകൾ, ലക്ഷ്മികാന്ത്, ബിപിൻ ചന്ദ്ര, സ്പെക്ട്രം, സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് പോലെയുള്ള അഡ്വാൻസ്ഡ് ടെക്സ്റ്റുകളും കൂടെ പഠിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് അത് നമുക്ക് പറയാനുള്ള മറ്റൊരു ഫാക്ട്. ഈ ചോദ്യം നോക്കിയേ, എനിക്കൊന്ന് PSCയിൽ വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഇനി എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. പക്ഷെ അല്ലെങ്കിൽ ഇനി ഭാവിയിൽ വരും. ഉത്തർപ്രദേശ് PSCയിലെ ചോദ്യമാണ് അല്ലെ, 2013 ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിൽ പൗരത്വം, സിറ്റിസൺഷിപ്പ്, ഒരു വ്യക്തിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാൻ പല മാർഗമുണ്ട്. അക്വിസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്, ഇതിനെ സംബന്ധിച്ച് ഒരു റൂൾസ് അല്ലെങ്കിൽ ഇതിന്റെ കണ്ടീഷൻസ്
ഇപ്പൊ ഇന്ന ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും. ആ കണ്ടീഷൻസ് ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ ഇന്ത്യയിൽ അധികാരമുള്ള പ്രസ്ഥാനം അല്ലെങ്കിൽ എൻറ്റിറ്റി ഏതാണെന്നാണ് ചോദ്യം. ആൻസർ പാർലമെന്റ് ആണ്, അല്ലെ? പാർലമെന്റ്. കാരണം സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിനകത്ത് ഉള്ളതാണ്. ഇവിടെ ചോദ്യങ്ങൾ എന്തായാലും വരാം. നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചൊരു ചോദ്യമായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് റിവിഷൻ പോലെ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ടുന്നൊരു ഉറപ്പ് ഇതാണ്: കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഇത്തരം വീഡിയോകൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാനത് അപ്ലോഡ് ചെയ്യാം. കാര്യം ഇതൊക്കെ നമുക്ക് ഇത്തരം ഈ ഒരു നിലവാരത്തിൽ നിന്ന് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും. കാര്യം ഇതൊക്കെ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ ഞാൻ. ഇത് മറ്റേ എലിമിനേഷൻ ടെക്നിക്സിന്റെ കാര്യം പറഞ്ഞ പോലെ, സിവിൽ സർവീസിന്റെ കാര്യം പറഞ്ഞ പോലെ അതൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരാൻ സമയം എടുക്കും. തുടക്കത്തിൽ കുറച്ച് ആൾക്കാരെ ഫോളോ ചെയ്യുള്ളൂ. ആ ഫോളോ ചെയ്യുന്ന ആൾക്കാർ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തും. പിന്നെ അവര് പറഞ്ഞ് ബാക്കിയുള്ളവരും ഫോളോ ചെയ്ത് തുടങ്ങും. അതുകൊണ്ട് തുടക്കത്തിൽ വലിയ സ്വീകാര്യത ഒന്നും കാണില്ലെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ട്രോളുകളും ഏറ്റുവാങ്ങാം, നമുക്ക് കാണുന്നതാണ്. പക്ഷെ പിന്നീട് ഇതിനെ ഇപ്പൊ ഈ പറയുന്ന കാര്യത്തിൽ വിമർശിക്കുന്ന ആൾക്കാർ പോലും ഒരു 6 മാസം ഡൗൺ ദ ലൈൻ ഇതിനെ അനുകരിച്ച് തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പുതിയ പാറ്റേണിൽ പഠിക്കണമെങ്കിൽ കുറച്ച് റിസർച്ച് ബേസ്ഡ് ആയിട്ട് തന്നെ, പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിൽ പഠിക്കണമെങ്കിൽ PSC പൾസ് ഇറങ്ങി റിസർച്ച് ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണം. അതിന് ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ സൈഡിൽ ഉണ്ടായിരിക്കും. ഫ്രീ കണ്ടന്റുകൾ യൂട്യൂബ്, ടെലിഗ്രാം ചാനലുകൾ നിങ്ങൾക്ക് ലഭിക്കും. അഫോർഡബിൾ കോഴ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ.